ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പൊ ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നോമ്പുതുറ വിശേഷങ്ങൾ ഉണ്ടല്ലോ. ഇന്ന് എന്റെ മൂത്ത അനിയൻ നോമ്പ് കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇവിടെ എന്ത് കോപ്രായ കാണിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണ്ട. ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വന്നേ ഉള്ളൂ. അപ്പൊ മുടി ഉണങ്ങിയിട്ടില്ല. അപ്പൊ അതിന്റെ കുറച്ച് കോപ്രായ കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തി കൊണ്ടിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഞാൻ യൂട്യൂബിൽ കണ്ടാണ്. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതും ചപ്പാത്തി കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വഴിയെ കാണാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന്. അങ്ങനെ ഞാൻ അതിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി കേട്ടോ. അപ്പൊ അടുത്ത അടുപ്പിൽ അനിയത്തിയും സ്നാക്സിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അവരുടെ വകയുണ്ട് ഇന്നൊരു സ്നാക്സ് ഐറ്റം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ രണ്ടാമതായിട്ട് ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കിയ ഐറ്റം. അപ്പം ഇതെല്ലാം ഞാൻ യൂട്യൂബിൽ നോക്കി ചെയ്തതാണ് കേട്ടോ. പക്ഷെ എന്തായാലും ഒന്നും ഫ്ലോപ്പ് ആയിട്ടില്ല, എല്ലാം സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്ന് നോമ്പുതുറ സ്പെഷ്യൽ വിഭവങ്ങൾ. അപ്പൊ ഞാൻ എന്തൊക്കെയാണ് ഓരോന്നായിട്ട് കാണിച്ചു തരാവേ. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ടാങ്ക് വെള്ളം കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടാങ്ക് കലക്കിയതുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ നമ്മൾ തണ്ണിമത്തൻ ജ്യൂസ് അടിച്ചായിരുന്നു, തണ്ണിമത്തൻ ജ്യൂസ്. പിന്നെ അനിയത്തി അമൃതപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ സ്നാക്സ്. പിന്നെ ഞാൻ ഈ ചപ്പാത്തി കൊണ്ടിട്ടുള്ള ഈ സ്നാക്സ് ഉണ്ട്, അതിനകത്ത് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എന്റെ മുട്ടയൊക്കെ പൊട്ടിച്ച് രണ്ടാമത്തെ ചപ്പാത്തി കൊണ്ടിട്ടുള്ള വിഭവം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കില്ല, അതേ കണക്കാണ് കേട്ടോ ഇതിന്റെ മെത്തേഡും. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് നോമ്പനി ഉണ്ട് കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിളും അതേ കണക്ക് തന്നെ തണ്ണിമത്തനും. പിന്നെ ഈന്തപ്പഴം ഉണ്ടായിരുന്നു ഇന്ന്. പിന്നെ സോസ് വെച്ചിട്ടുണ്ട് നേരത്തെ ആ സ്നാക്സ് ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചപ്പാത്തി, പിന്നെ അതേ കണക്ക് തന്നെ ചിക്കൻ കറി, പിന്നെ ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ നോമ്പുതുറ സ്പെഷ്യൽ വിഭവങ്ങളൊക്കെ ഇന്ന്. അപ്പൊ നമ്മളിവിടെ എല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പതിപോലെ തന്നെ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വിളക്കെല്ലാം കത്തിച്ച് വെച്ച് നോമ്പുതുറയുടെ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുത്താൽ മാത്രം മതി. അപ്പൊ അതിനായിട്ട് കട്ട വെക്കില്ലാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് അവന്റെ നോമ്പ് തുറക്കാണ് ഇവിടെ. അപ്പൊ ഇതാണ് കേട്ടോ എന്റെ മൂത്ത അനിയൻ രോഹിത്. ഞാൻ മൂത്തവൻ എന്ന് പറയുന്നത് എനിക്ക് രണ്ട് അനിയന്മാരാണ് കേട്ടോ ഉള്ളത്. അപ്പൊ അതിൽ മൂത്തത് ഇവനാണ്. പിന്നെ ഇവന് താഴെയാണ് കേട്ടോ ഇളയ അനിയൻ. അപ്പൊ എന്റെ മുന്നത്തെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് അറിയാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചെന്ന് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനും ഇങ്ങനെയാണ്, എനിക്കും ഇത്ര വിഭവങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാത്തിന്റെയും ടേസ്റ്റ് നോക്കണം കേട്ടോ. ഞാൻ എല്ലാത്തിനും കഴിക്കും കുറച്ചാണെങ്കിലും. അങ്ങനെ ഞാൻ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ പറയാം കുഴപ്പമില്ലെന്ന്. അത് കേട്ടപ്പോൾ ഞാനങ്ങ് സെറ്റായി. ഞാൻ കൊള്ളാം എന്നുള്ളൊരു മറുപടിയാണ് കേട്ടോ പ്രതീക്ഷിച്ചത്. ഇവൻ പക്ഷേ കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ഭയങ്കരമായിട്ട് ബാധിച്ചു. എന്നാലും കുഴപ്പമില്ല, ഇവൻ പൊതുവെ അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. കൊള്ളാം, കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അടിപൊളി എന്നൊന്നും ഇവന്റെ വായിന്നൊന്നും കേൾക്കില്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ഇതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ നോമ്പുതുറ വിശേഷങ്ങൾ. അപ്പൊ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ, സീ യു ഉമ്മ.